എന്നുവെച്ചാൽ ഈ സ്കൂളിലെ ഏറ്റവും മുതിർന്ന കുട്ടികൾ, നിങ്ങളെയൊക്കെ മുതിർന്ന ആൾക്കാരില്ല, അപ്പൊ ഏറ്റവും വലിയ മുതിർന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ 3ാം ക്ലാസ്സിൽ എത്ര ആൾക്കാരെ കുറച്ച് കുട്ടികളാണ്. ഏതായാലും നമ്മള് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒന്ന് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻഗേജ് ആക്കാറ് ഒന്നുകൂടി ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ആക്ടിവിറ്റിയിലൂടെ തുടങ്ങാം അല്ലേ? എന്താ അഭിപ്രായം? ഓക്കെ. അപ്പോ ഒരു ചെറിയൊരു ആക്ടിവിറ്റി ആണോ. ആക്ടിവിറ്റി എന്താ വെച്ചാല്, നിങ്ങൾക്ക് അറബിയില് എല്ലാവർക്കും എണ്ണാൻ അറിയില്ല. ഒന്ന് തുടങ്ങിക്ക. നമുക്ക് 6 വരെയുള്ള അക്ഷരങ്ങൾ മാത്രം മതി. വാഹിദ്, ഇസ്നാൻ, സലാസ, അർബ, ഹംസ, സിത്ത. ഇനി ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് വെച്ചാൽ, ഞാൻ വാഹിദ് എന്ന് പറയുമ്പോ നിങ്ങൾ എല്ലാവരും എന്ത് പറയണം? ഇസ്നാൻ എന്ന് പറയണം. ഞാൻ ഇസ്നാൻ എന്ന് പറയും, അപ്പൊ നിങ്ങൾ എന്ത് പറയണം? അല്ല, വാഹിദ് എന്ന് പറയണം. ഞാൻ ഇസ്നാൻ എന്ന് പറഞ്ഞാല് നിങ്ങൾ വാഹിദ് എന്ന് പറയണം. ഞാൻ വാഹിദ് എന്ന് പറഞ്ഞാലോ ഇസ്നാൻ എന്ന് പറയണം. ഞാൻ സലാസ എന്ന് പറയും, അപ്പൊ നിങ്ങൾ എല്ലാവരും മിണ്ടാതിരിക്കണം, ഒന്നും പറയാൻ പാടില്ല. സലാസ എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കണ്ടോ, നിങ്ങള് ശ്രദ്ധ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ആക്ടിവിറ്റിയാണ്. സലാസ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. അർബ എന്ന് പറഞ്ഞാൽ എന്താ പറയണം? ഹംസ പറയണം. ഹംസ എന്ന് പറയുമ്പോ അർബ എന്ന് പറയണം. സിത്ത എന്ന് പറയും, അപ്പൊ നിങ്ങൾ എന്തെന്നെ പറയണം? സിത്ത തന്നെ പറയണം. ഒന്നുകൂടി മനസ്സിലായോ? കൺഫ്യൂഷൻ ആയോ? സിമ്പിളാണ്. വാഹിദ് എന്ന് പറയുന്ന സമയത്ത് ഇസ്നാൻ എന്ന് പറയണം. ഇസ്നാൻ എന്ന് പറയുമ്പോ വാഹിദ് എന്ന് പറയണം. സിത്ത എന്ന് പറയുമ്പോ സിത്ത തന്നെ പറയണം. അർബ പറയുമ്പോ ഹംസ, ഹംസ എന്ന് പറയുമ്പോ സലാസ പറയുമ്പോ ഉണ്ടാതിരിക്കണം. ഓക്കെ, റെഡി? 1 2 3 സലാസ. സലാസ നടത്താൻ പറയണ്ടേ? മിണ്ടാതിരിക്കലോ വേണ്ടേ? ഓക്കെ. ഇസ്നാൻ ഒന്നുകൂടി. ഇസ്നാൻ, വാഹിദ്, സിത്ത, ഹംസ, അർബ. ഒന്നുകൂടി. ഇസ്നാൻ, ഒന്നും ഉഷാറില്ലല്ലോ. ഇസ്നാൻ പറയുമ്പോ വാഹിദ്. വാഹിദ് ഞാൻ ചോദിക്കുന്ന ആൾക്കാരെ മാത്രം കേട്ടോ, ഓരോ ശ്രദ്ധ പരിശോധിക്കാനാണ്. ഞാൻ ജസ്റ്റ് മൈക്കലോട്ട് പോലും മാത്രം പറഞ്ഞാൽ മതി. ഹംസ, ഹംസ, ഹംസ എന്താ പറയാ പറയുന്നത്? ഹംസ എന്റെ പേര് റബീഹ. നല്ല പേരാണല്ലോ, എന്റെ വൈഫിന്റെ പേരാണ്. ഒരു പാൽ കൊടുക്കും. ഞാൻ ഒറ്റ ചോദിക്കാം. ഇസ്നാൻ, ഇസ്നാൻ, ഇസ്നാൻ എന്റെ പേര് അടുത്തിട്ട് വേറെ ഒരാളോട് ചോദിച്ചോട്ടെ അല്ലേ? ഹംസ എന്താ പറയണ്ടേ? അർബാന്ന് പറയണ്ടേ? ഒന്നുകൂടി നിങ്ങളെ ശ്രദ്ധ ഒന്നുകൂടി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടോ? ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇത് ഞാൻ എന്റെ ക്ലാസ്സിൽ അവസാനിക്കുന്ന വരെ ഇടക്കിടക്ക് ചോദിക്കും അല്ലെ ഹംസ എന്ന് പറയും. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചെറിയൊരു ആക്ടിവിറ്റിയാണ്. ഇത് കഴിയുന്നത് വരെ ചോദിക്കും. വാഹിദ് ഞാൻ എപ്പോ ചോദിച്ചാലും എന്ത് പറയണം? ഇസ്നാൻ എന്ന് പറയണം. ഇസ്നാൻ എന്ന് പറഞ്ഞാല് വാഹിദ് എന്ന് പറയണം. സലാസ എന്ന് പറയുമ്പോ ഉണ്ടാതിരിക്കണം. അർബ പറയുമ്പോ ഹംസ പറയണം. ഹംസ പറയുമ്പോ അർബ പറയണം. സിത്ത പറയുമ്പോഴോ ഓക്കെ. വെരി ഗുഡ്. എന്റെ പേര്
ഇവർക്ക് മുട്ടായി കിട്ടാം. നമുക്ക് സീറ്റ് കൊടുക്കാം. ഇനി അടുത്ത ഒരാളോട് മുട്ടായി ചെയ്യല. നമുക്ക് ആദ്യത്തെ സമ്മാനം നമ്മളെ ഈ സ്കൂളില് ഞാൻ പഠിക്കുന്നതിന് ശേഷം എനിക്ക് നല്ല റെസ്പോൺസിബിലിറ്റി സമ്മാനം. ആരായിരുന്നു? അവന്റെ പേരെന്തായിരുന്നു? ഒരു ക്ലാസ് കൊടുക്കേ. അപ്പൊ ഇനി നമ്മള് ഇതിന്റെ ഇടയിൽ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും. ആ സമയത്തൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സീറ്റ് കിട്ടും. ഞാൻ 2 കുട്ടികളെ കൂടി ചോദിക്കും. ഈ ഭാഗത്തുള്ളവരോട് പരിഗണിച്ചിട്ട് ഹംസന്റെ പേര് ഫാത്തിമാനെ അമ്മ കുറച്ച് കൈ പിടിക്കല്ലേ. വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുക്കേ. ഇനി ഈ ഭാഗത്തോട് ചോദിച്ചാൽ ഹംസ വെരി ഗുഡ്. ഹലോ പറയാ പറയുന്നത് മിണ്ടാതിരിക്കാനുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല ഉഷാറാണ് മനസ്സിലായത്. നമ്മളെ ആക്ടിവിറ്റിയിലേക്ക് ഈ ആക്ടിവിറ്റി തൽക്കാലം കൂടെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കൂട്ടോ, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ട്. ഓക്കെ. എന്നാ നമ്മള് ആദ്യമായിട്ട് തുടങ്ങുന്നത്, ആദ്യം അറബി പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഒരാൾക്ക് വേണ്ടതെന്താ? ആദ്യം മദ്രസയിൽ പോലില്ലേ? മദ്രസയിൽ പോയതിനു ശേഷം അവിടുന്ന് ആദ്യം നമ്മൾ പഠിപ്പിച്ചത് എന്താ? അറബി അക്ഷരമാലല്ലേ? അറബി അക്ഷരമാല മുഴുവനായിട്ട് അറിയുന്ന ഒരാൾ കൈപ്പൊക്കും. അറബി അക്ഷരമാല മുഴുവനായിട്ട് അറിയുന്ന ആളുകൾ കൈപ്പൊക്കും. സമയം നമുക്ക് കുറച്ചുള്ളൂ. മുഴുവൻ അറിയാം. എന്ത് പേര്? ഫാത്തിമ അനിയ. എത്ര അക്ഷരങ്ങളുണ്ട് അറബി? 28 അക്ഷരങ്ങളുണ്ട്. അപ്പൊ ഈ വാക്കുള്ളവർക്ക് അറബി അക്ഷരമാല മുഴുവനായിട്ട് അറിയില്ല. പക്ഷെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ്. നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണോ? അല്ല. പക്ഷെ അലിഫ് ബ ത ഥ ജി ഹ ഖ എന്നിങ്ങനെ തുടർച്ചയായിട്ട് ചെല്ലാൻ ഒരു പക്ഷെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ടൊക്കെയാണ് അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അറബി അറിയാൻ. നമ്മൾ അറബിസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ അറബിക്ക് എനിക്ക് താല്പര്യമില്ല. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? അറബി അക്ഷരമാല പഠിക്കൂലേ? നമുക്ക് ടീച്ചർ ഇതുകൊണ്ടാണ് പേപ്പർ ഏഫർ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? അതുള്ളതൊക്കെ ഒന്ന് എടുത്ത് വെച്ചോളി. അത് ജസ്റ്റ് ആയിട്ട് ചെറിയൊരു ഡോറിട്ട് എഴുതിക്കൂടി ഒരു പോയിന്റ് ആക്കി കണ്ട് അറബി അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് എന്താണ്? എന്താ വേണ്ടത്? അക്ഷരമാല. അതിന് അക്ഷരമാലക്ക് എന്താ അറബി പറയല്? അക്ഷരമാലക്ക് അറബിയിൽ എന്താ പറയാ? മോനറിയാം എന്താ അക്ഷരമാലക്ക്? ആർക്കറിയാം? ആ ഉത്തരം പറഞ്ഞാൽ 2 മിഠായി കിട്ടും. അറബി അക്ഷരമാലക്ക് അറബിയിൽ എന്താ പറയാ? ആർക്കെങ്കിലും അറിയാം? മഹ്റജ് അല്ല. മഹ്റജ് എന്ന് പറഞ്ഞാല് അക്ഷരം എങ്ങനെയാ ഉച്ചരിക്കേണ്ടത് എന്നുള്ളതാണ്. അത് ചിലപ്പോ അറിഞ്ഞോളന്നില്ല, സാധല്ല. ആരാണ്? ഹർഫുകൾ. അതും പകുതി ശരിയാണ്. അക്ഷരം വേറെ പറഞ്ഞത് ഇവള് ആദ്യം പറഞ്ഞത് എന്താ പേര്? ഫാത്തിമ റസാന. റസ. അക്ഷരങ്ങൾ എന്നതിനാണ് ഹർഫുകൾ എന്ന് പറയുന്നത്. അക്ഷരമാലക്ക് എന്ന് പറഞ്ഞാലോ ഹുറൂഫുൽ ഹിജായിയ. എഴുതി തരണോ? ഏതാണ് മാർക്കർ? ഹുറൂഫുൽ
അക്ഷരമാല പറയുന്ന നല്ലൊരു കവിത എന്റെ അടുത്തുണ്ട്. അത് നിങ്ങൾ കേട്ടാല് നിങ്ങൾക്ക് അക്ഷരമാല വളരെ പെട്ടെന്ന് കാണാൻ പഠിക്കും. അപ്പൊ എല്ലാവരും അക്ഷരമാല പഠിക്കൂലേ അല്ലേ? അപ്പൊ നോട്ട്സ് അത് ആ പോയിന്റിൽ ജസ്റ്റ് എഴുതി വെച്ചോളി. അക്ഷരമാല, അറബി അക്ഷരമാല നിർബന്ധമായിട്ട് അറിയണം. നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ, തുടങ്ങിയല്ലേ അറബി അല്ലെ? അറബി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ്? അറബി അക്ഷരമാല. വെരി ഗുഡ്. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞത് വാഹിദ്. വെരി ഗുഡ് അല്ലെ? നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇടക്കിടക്ക് ഞാൻ ചോദിക്കും, വാഹിദ് പറയും, അർബ പറയും. അപ്പൊ നിങ്ങള് ശ്രദ്ധാപൂർവം ഉത്തരം പറയണം. ഓക്കെ? അപ്പൊ ഹുറൂഫുൽ ഹിജാഹിയ, ഹുറൂഫുൽ ഹിജാഹിയ, ഹാ, ജീം, അലിഫ്, ഹംസ്, യാ, താ, ഹുറൂഫുൽ ഹിജാഹിയ. അതിന്റെ നല്ലൊരു കവിത ഉണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കേൾപ്പിക്കാം. അൽ ഹുറൂഫുൽ ഹിജായിയ എന്നാണ് പറയുന്നത് അക്ഷരമാലയ്ക്ക്. അക്ഷരമാല എല്ലാവരും പഠിച്ചൂലേ? ചൊല്ലിച്ചോക്കണം. അറിയുന്ന പറഞ്ഞാൽ ആരൊക്കെയായിരുന്നു? 5 ആൾക്കാർ, 4 ആൾക്കാർ, 3 ആൾക്കാർ. ജസ്റ്റ് ഒന്ന് തുടങ്ങിക്കോട്ടെ. അലിഫ്, ബാ, താ, സാ, ജീം, ഹാ, ഖാ, ഐന്, ഐന്, റാ, ദാ, ദാല്, 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 ദാല്. അലിഫ്, ബാ, താ, സാ, ജീം, ഹാ, ഖാ, ദാല്, ദാല്, റാ, ദായി, സീന്, ഷീന്, സോദ്, വോദ്, തോയ്, വായ്. ഇനി ഞാൻ 2 അക്ഷരങ്ങൾ എഴുതാം. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് പറഞ്ഞു കേട്ടോ. ശരിക്കും ഉച്ചരിക്കണത് ഇത് രണ്ടും എങ്ങനെ ഉച്ചരിക്കല്? ഞാൻ പറയാം, പറയുന്ന ആൾക്കാർ പറയാം. ആ ഫസ്റ്റ് അക്ഷരം എങ്ങനെ ഉച്ചരിക്കല്? പിന്നെ രണ്ടാമത് വെരി ഗുഡ് അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? ഫസ്റ്റ് അക്ഷരം എങ്ങനെ ഉച്ചരിക്കേണ്ടത്? അറബി ഭാഷയെ കുറിച്ച്, അറബി ഭാഷയുടെ മറ്റൊരു പേരെന്താണ് ചിലപ്പോ നമ്മളോട് വലുതാവുമ്പോ ചോദിക്കും. അറബി ഭാഷയുടെ മറ്റൊരു പേര് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? എന്താ അല്ലെ? ലോകത്തുൽ അറബ് എന്നറിയില്ലേ? ലോകത്തുൽ അറബ് എന്ന് പറഞ്ഞ അറബി ഭാഷ. എന്നാൽ അറബി ഭാഷയുടെ മറ്റൊരു പേരെന്താന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും കിട്ടോ? ആർക്കെങ്കിലും അറിയോ? ഇതാണത്. ലുഗത്തു ളാദ്. ലുഗത്തുല്ലാദ് എന്നാണ് അറബിയുടെ മറ്റൊരു പേര് അല്ലെ? നമുക്കൊക്കെ പേരില് എന്റെ പേരെന്താ? ഹാഷിം, ആനൂന്ന് വിളിക്കല് അല്ലേ? ഹാഷിന്റെ വീട്ടിലെന്താ വിളിക്കല്? അനൂന്ന്. അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാവില്ലേ? അതുപോലെ അറബി ഭാഷയുടെ ഓമന പേരാണ് എന്ത്? പറഞ്ഞില്ല. അറബി അക്ഷരമാലയിലെ ഉച്ചരിക്കാൻ ഏറ്റവും പ്രയാസം ഉള്ള ഒരു അക്ഷരമാണ് ലോദ്. ആ ലോദിന്റെ പേരിലേക്കാണ് ലോകത്തു ലോദ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇനി അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അറബി അക്ഷരമാല, അറബി ഭാഷ ഉഷാറാക്കാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ്
ആരോ പറഞ്ഞത് അക്ഷരമാല പഠിക്കാം, അക്ഷരമാല പഠിക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം മറ്റൊരു മഹറജ് മറ്റു കാര്യങ്ങളുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്, ഇത് നമ്മളൊക്കെ ചോദിക്കില്ലേ, നമ്മളെ പരിചയപ്പെടുത്താൻ അറിയില്ല, പരിചയപ്പെടുത്താൻ അറിയില്ലേ, പരിചയപ്പെടുത്താൻ അറിയില്ലേ? എങ്ങനെ അറബിയിൽ പരിചയപ്പെടുത്തല്? ആർക്കറിയാം? അറബിയിൽ അവരവരെ പരിചയപ്പെടുത്താൻ എങ്ങനെ കഴിയാം? ആർക്ക് കഴിയാം? കൈയൊളിച്ച് കൈ നോക്കൂ. അറബിയിൽ എന്നെ പരിചയപ്പെടുത്തി തരാൻ കഴിയണത് പറയൂ. ഇസ്മു ഷഹബിൻ. ഷഹബിൻ. ഓക്കെ, മാഷാ അല്ലാഹ്, നല്ല കുട്ടിയാണ്. അറബിയിൽ ആദ്യം പരിചയപ്പെടുത്തണം തന്നെയാണ് അവനവന്റെ പേരല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അറബിയിൽ ഒരാൾ നമ്മളെ പരിചയപ്പെടുത്താം? രണ്ടാമത്തെ കാര്യം, നമ്മളെ ക്ലാസ്സിൽ രണ്ടാമത്തെ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഒന്നാമത്തെ പോയിന്റ് അറബി അക്ഷരമാല. അറബി അക്ഷരമാല അറിയാത്തവർക്ക് അറബി അക്ഷരമാല പഠിക്കൂലേ? പഠിക്കൂലേ? ഫുള്ളായിട്ട് ലാസ്റ്റ് ഒന്നും കൂടിയില്ല. നമ്മൾ കുറച്ചാൽ പാടില്ലേ? അക്ഷരമാല പറയാൻ ഉള്ളതിന് നിങ്ങൾ പഠിക്കൂലേ? യൂട്യൂബില് ഫോണൊക്കെ ഉണ്ടല്ലോ വീട്ടില്, അവിടെ വിളിക്കാണ്ട് വീട്ടിൽ ഉമ്മയോട് പറയാം എന്താ അലിഫുൻ ബാവുന്ന് യൂട്യൂബിൽ അക്ഷരത്താൽ ഇതുപോലുള്ള കവിതകൾ വരും. അപ്പൊ അതിങ്ങനെ കേട്ടാൽ എന്ത് ചെയ്യും? നമുക്ക് വേഗം അറബി അക്ഷരമാല പഠിക്കും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അറബി ഉഷാറാക്കാന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് എന്താണ്? അക്ഷരമാല. വെരി ഗുഡ്. ഇതിലൂടെ അല്ലേ സലാസ. സലാസ എന്ന് പറയുമ്പോ എന്താ വേണ്ടി? ഇവിടെ ഉണ്ടാകുന്നില്ലേ? അറിഞ്ഞിട്ടും ഉണ്ടാകുന്നതാ.
സലാത്ത എന്ന് പറഞ്ഞ വേണ്ടി മിണ്ടാതിരിക്കല്ലേ? സിത്ത അല്ല, സിത്ത എന്ന് പറഞ്ഞിരുന്നു. സിത്ത എന്ന് പറഞ്ഞല്ലേ? ഇസ്നാൻ. വാഹിദ്. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഇനി രണ്ടാമത്തെ പോയിന്റ്, നമ്മളെ ക്ലാസ്സിലെ രണ്ടാമത്തെ പോയിന്റ്, ഇനി നമ്മൾ നമ്മുടെ സ്വയം പരിചയപ്പെടുത്തലാണ്. അതിനെന്താ അറബി പറയല്? അരിഫ് നഫ്സക. അരിഫ് നഫ്സക. ആദ്യമായിട്ട് നമ്മൾ എവിടെ ചെന്നാലും, ഏത് സ്കൂളിൽ ചെന്നാലും നമ്മോട് പറയും, പിന്നെ അന്നൊന്ന് പരിചയപ്പെടുത്തിക്ക. അങ്ങനെ പറയില്ലേ? പരിചയപ്പെടുത്താൻ പറയില്ലേ? നമ്മൾ മലയാളത്തിൽ അങ്ങനെ പരിചയപ്പെടുത്തൽ നമ്മളെ, എന്റെ പേര് മുഹമ്മദ് ഹറാസിലാണ്, ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എന്റെ വീട്ടില് ഉമ്മയും ഉപ്പയുണ്ട്, 2 സഹോദരി പെങ്ങന്മാരുണ്ട്, അല്ലെ, ജ്യേഷ്ഠന്മാരുണ്ട്, അറിയില്ലേ? അതിന് പറയില്ലേ? പിന്നെ 5ാമതായിട്ട് പറയും, എനിക്ക് ആഗ്രഹം എന്താ ആഗ്രഹം? എന്താണ് ആഗ്രഹം? ഡ്രൈവർ, അല്ലേ? ഡ്രൈവർ ആകാൻ ആഗ്രഹം. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പൊ ഇതെങ്ങനെ അറബിയിൽ പറയാനുള്ളത്? 5 പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്. 5 പോയിന്റ്. ഒന്നാമത്തത് എങ്ങനെ? അന ഇസ്മി, എന്നെ പരിചയപ്പെടുത്തരാം. അന ഇസ്മി അലി. അന ഇസ്മി അലി. അപ്പൊ നിങ്ങളൊക്കെ എന്താ പറയണ്ടേ? അന ഇസ്മി. അന ഇസ്മി. പറയാ. അന ഇസ്മി. അന ഇസ്മി. അന ഇസ്മി. അന ഇസ്മി. ഞാൻ, എന്റെ പേര് നഹലയാകുന്നു, അല്ലെ? അപ്പൊ പരിചയപ്പെടുത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് പേര് പറയാം. അന ഇസ്മി. അന ഇസ്മി അലി. അന ഇസ്മി മുഹമ്മദ്. അന ഇസ്മി ഉസ്മാൻ എന്നൊക്കെ പറയാം. രണ്ടാമത്തത് ത്വാലിബുൻ ഫിസ് സഫി. എത്രാം ക്ലാസ്സിലാ? എത്രാം ക്ലാസ്സിലാ? 4 എന്ന് പറയുന്നത്. ത്വാലിബുൻ ഫിസ് സഫി റാബിഅ. ത്വാലിബുൻ ഓർക്കാൻ പറയും. ത്വാലിബുൻ. ത്വാലിബ് എന്താ? ത്വാലിബുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. അന ത്വാലിബുൻ. എത്രാം ക്ലാസ്സിലെ? ഫിസ് സഫി റാബിഅ. ഫിസ് സഫി റാബിഅ. 3ാം ക്ലാസ്സിനകത്ത് എന്താ പറയണ്ടേ? ഫിസ് സഫി സാലിസ്. ഫിസ് സഫി സാലിസ്. ഞാൻ പറയോ? ഈ 2 പോയിന്റ് വെച്ച് പറയാം. ആരുടെ കയ്യിലുള്ളത്? പേരും ക്ലാസ്സും പറയാന് അറബിയിൽ. അന ഇസ്മി അലി ത്വാലിബുൻ ഫിസ് സഫി റാബിഅ. ഓക്കെ, വെരി ഗുഡ്. നല്ല കുട്ടിയാണ്. എന്താ പറയണ്ടേ? അല്ലെ? ഈ 3ാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിലോ? 3ാം ക്ലാസ്സിൽ ആരെ കുട്ടിയില്ലേ? 3ാം ക്ലാസ്സാ? ഒന്നുകൂടി ഞാൻ പറഞ്ഞത്. അല്ലേ? അല്ലേ? എല്ലാവർക്കും ധൈര്യമില്ലേ പറയാനേ? ഈ ഭാഗത്തുനിന്ന് 1-2 കുട്ടികള് ആരെ പറയാ? നമ്മോള് പറയും. കേട്ടില്ല? പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ എന്ന് പറയണം വെരി ഗുഡ്. ചാനല്ലേ?
അല്ലെ? പരിചയപ്പെടുത്തിന് 2 പോയിന്റ് പഠിച്ചില്ലേ? ഒന്നെന്താണ്? അന ഇസ്മി. എല്ലാവരും പറയും അനന്റെ പേര് പറയും. അന ഇസ്മി. അന ഇസ്മി അലി താലിബുൻ ഫി സഫി റാബി അല്ലെങ്കിൽ ഫി സഫി സാലിഹ്. ഓക്കെ, കറക്റ്റ് അല്ലെ? ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ പറയണ്ടേ? മൂന്നാമത്തെ പോയിന്റ് എന്താ? ഫീ ബൈറ്റി, എന്റെ വീട്ടിൽ ഉണ്ട്. ഫീ ബൈറ്റി അബുൻ വ ഉമ്മുൻ വ അഹുൻ, പിന്നെ ഉഖ്തുൻ അല്ലെ? ഫീ ബൈറ്റി, എന്റെ വീട്ടിലുണ്ട്. അബുൻ പറയും, അബുൻ ഉമ്മുൻ അഹുൻ ഉഖ്തുൻ അല്ലെ? അപ്പൊ എന്റെ വീട്ടിൽ ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, പിന്നെ സഹോദരനുണ്ട്, സഹോദരിണ്ട്. ഇനി വല്യപ്പ വല്യമ്മണ്ട് എന്താ പറയണ്ടേ? ജദ്ദുൻ ജദ്ദത്തുൻ അല്ലെ? ജദ്ദുൻ. പിന്നെ സഹോദരന്മാര് 2 3 ഉണ്ടെങ്കിൽ 2 സഹോദരന്മാരുണ്ട്, 2 സഹോദരന്മാരുണ്ട്. അത് മൂന്നാമത്തെ കിട്ടിയോ? കിട്ടിയോ? വാഹിദ്. വെരി ഗുഡ്. വാഹിദ്. വെരി ഗുഡ് അല്ലെ? സലാസ പറഞ്ഞതിന് മിണ്ടാതിരിക്കണ്ടേ? സിത്ത. സിത്ത. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ 3 പോയിന്റ് പഠിച്ചോ. ഒന്ന് അന ഇസ്മി. അന ഇസ്മി മുഷരിഫ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് താലിബുൻ, അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ താലിബത്തുൻ ഫി സഫി റാബി അല്ലെങ്കിൽ സാലിഹ് 3ാം ക്ലാസ്സിലാണെങ്കിൽ. ഫീ ബൈറ്റി അബുൻ ഉമ്മുൻ അഹുൻ ഉഖ്തുൻ അല്ലെ? ഇനി 4 പോയിന്റ് ഹുവിയത്തി. എന്താ പറഞ്ഞേ? ഹുവിയത്തി, എനിക്ക് ആകാൻ ആഗ്രഹമുണ്ട്. ഹുവിയത്തി പറഞ്ഞാല് എനിക്ക് ആകാൻ ആഗ്രഹമുണ്ട്. എന്ത്? ഡോക്ടറോ? ഡോക്ടർക്ക് എന്താ പറയലേ? ഡോക്ടർക്ക് എന്താ പറയലേ? ആർക്കറിയാം എന്താ ഡോക്ടർക്ക് പറയലേ? പറയാണെങ്കിലും ഡോക്ടർക്ക് എന്താ അറബി പറയലേ? ആര് പറഞ്ഞത്? ഇവിടെ ആര് പറഞ്ഞല്ലോ? ആരാ? വെരി ഗുഡ്. അവിടെ പോയി ഇപ്പോഴൊരു മുട്ടയെടുത്തോ, ഒരു മുട്ടയെടുത്തോ അവിടെ പോയിക്കാണ്. ഞങ്ങൾ കൊണ്ടുവരാം. ഓക്കെ അല്ലേ? വെരി ഗുഡ്. നല്ല കുട്ടികളാണ്. അറബിയിൽ എന്താ പറയലേ? ത്വബീബുൻ. അപ്പൊ ഹുവിയത്തി എന്താ പറയലേ? ഹുവിയത്തി ത്വബീബുൻ അല്ലെ? ഇനി ടീച്ചർക്കാണ് എന്താ പറയലേ? എനിക്ക് ടീച്ചറാണ് ആഗ്രഹം. എന്താ പറയലേ? ഹുവിയത്തി മുഅല്ലിമുൻ. പെണ്ണുങ്ങളാണെങ്കിൽ ഹുവിയത്തി മുഅല്ലിമത്തുൻ. മുഅല്ലിമത്തുൻ. ഇവിടെ ആരും ഡ്രൈവറാണ് പറയുന്നല്ലോ. ഹുവിയത്തി സായിഖുൻ. ഡ്രൈവർക്ക് എന്താ പറയുക? സായിഖുൻ. അപ്പൊ ഇവരോട് ഇന്റർവ്യൂലൊക്കെ പോകും. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരായി 10ാം ക്ലാസ് SSLC ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു വലിയ കമ്പനിക്കൊക്കെ ഇന്റർവ്യൂക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് ധൈര്യപൂർവ്വം പറയാം ഇസ്മി അന ഇസ്മി. പേര് പറയും. അന ഇസ്മി ത്വാലിബുൻ ഫി സഫി. 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 12ാം ക്ലാസ്സിലാണ്, +2 പഠിക്കണം. പറയാം എന്റെ വീട്ടിൽ ഫീ ബൈറ്റി അബുൻ ഉമ്മുൻ അഹുൻ ഉഖ്തുൻ അല്ലെ? പിന്നെ ഹുവിയത്തി, എന്റെ ആഗ്രഹം എന്താണ്? സായിഖുൻ. അപ്പൊ അത് പഠിച്ചില്ലേ? എല്ലാവരും പഠിച്ചോ? വെരി ഗുഡ്. എന്താണ് മിണ്ടാതിരിക്ക അല്ലേ? ഇസ്ലാം വാഹിദ് അല്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ വാഹിദ് എന്ന് പറയണം. ഈ 3ാമത്തെ വരാം. 1ാമത്തെ പോയിന്റ് എന്താ? നമ്മളെ അതല്ല നമ്മളെ ക്ലാസ്സിൽ 1ാമത് പഠിക്കാൻ പറഞ്ഞത് അക്ഷരമാല. അതിനെന്താ അറബി പറയല്?
അക്ഷരമാല പഠിക്കുക. 2 സ്വന്തം പരിചയപ്പെടുത്താൻ പഠിക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ പരസ്പരം സംസാരിക്കണ്ടേ, സംഭാഷണം ഉണ്ടാവില്ലേ? ആ 2 ആൾക്കാർ ധൈര്യമുള്ള 2 ആൾക്കാർ വരും. വേറെ ധൈര്യമല്ല, ആരാലും കുഴപ്പമില്ല, കൈപ്പൊക്കൂ. ധൈര്യം ആർക്കില്ലേ? ആ വരും. എന്താ പേര് മോളെ? പറയാം. വരും. നമ്മൾ ഇവർ തമ്മിൽ ചെറിയൊരു സംഭാഷണം നടത്താണ്. നമ്മൾ മലയാളത്തിൽ പറയില്ലേ, മലയാളത്തില് പറയുന്ന സംഗതികള് അറബിയിൽ പറഞ്ഞു നോക്കല്ലേ. മൂന്നാമത്തെ നമ്മൾ അറിയേണ്ടത് സംഭാഷണം എങ്ങനെ നടത്താം. ഹിവാർ. ആരാ പറഞ്ഞത്? വെരി ഗുഡ്. ഹിവാർ. അറബിയിലെ സംഭാഷണത്തിനൊക്കെ പറഞ്ഞത് ഹിവാർ. ഒരിക്കലും പ്രതീക്ഷിക്കാത്താണ്. എന്താ പഠിച്ചോ ഹിവാർ എന്നുള്ളത്? 3 പഠിച്ചു, 4 പഠിച്ചു. സംഭാഷണത്തിന് ഹിവാറിന് ഇവന് പറഞ്ഞോ തനക്കോ? ഹിവാർ എന്താ പറയല്? ഹിവാർ. സംഭാഷണം നടത്തും. എങ്ങനെ സംഭാഷണം നടത്തല്? ശ്രദ്ധിക്കൂലേ എല്ലാരും? ശ്രദ്ധിക്കണില്ലേ? എന്താ സംഭാഷണം നടത്തി? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൈഫൽ ഹാലുക്കും? അൽഹംദുലില്ലാഹ്. മലയാളത്തിന് മലയാളത്തിന് അറിയോ? അയിന തദ്ഹബു. അയിന. അപ്പൊ ആദ്യം പറയേണ്ട എന്താണ്? അസ്സലാമു അലൈക്കും. ഒരാളെ കണ്ടാൽ ആദ്യം പറയേണ്ട എന്താണ്? അപ്പൊ ഇവരെന്ത് പറയും? വഅലൈക്കും അസ്സലാം. അപ്പൊ ഇവരെന്ത് ചോദിക്കണം? നമ്മള് കൈഫ ഹാലുക്കും അല്ലെങ്കിൽ കൈഫൽ ഹാൽ അല്ലെ? കൈഫ ഹാലുക്കും. ഇവിടെ എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാ. പിന്നെ അടുത്ത ചോദ്യം എവിടുക്കാ പോണത് അല്ലെ? നമ്മൾ അങ്ങാടിയിലൊക്കെ കണ്ടിട്ടൂലേ? അങ്ങാടിയിൽ നിന്ന് വേറെ പരിചിതമല്ലാത്ത സ്ഥലത്തല്ല കണ്ടിട്ടല്ലേ അല്ലെ? അപ്പോഴല്ലേ അസ്സലാമു അലൈക്കും പറയുള്ളൂ. ക്ലാസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും അസ്സലാമു അലൈക്കും എന്തൊക്കെ സുഖമുള്ള ചോദിച്ചോ? അപ്പൊ നമുക്ക് മനസ്സിലായി ചങ്ങായിക്ക് ചോദിക്കാൻ സുഖമില്ലാന്ന് മനസ്സിലാവില്ലേ അല്ലേ? അപ്പൊ നമ്മൾ എവിടെയെങ്കിലും അങ്ങാടിയിലോ അല്ലെങ്കിൽ വേറെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. കൈഫൽ ഹാൽ? എന്താ വർത്താനം? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അയ്ന തദ്ഹബു? അദ്ഹബു അന ഉമ്മി ബൈത്തുൻ. അദ്ഹബു ഇലാ ബൈത്തി. എന്താ പറയേണ്ടത്? ഞാൻ വീട്ടിലേക്കാണ് പോണത് എന്ന് പറയല്. അദ്ഹബു ഇലാ ബൈത്തി. പറയാം, എല്ലാരും പറയാം. അദ്ഹബു ഇലാ ബൈത്തി. ഞാൻ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ മദ്രസയിലെങ്കിലോ അദ്ഹബു ഇലാ മദ്രസതി. അല്ലെങ്കിലോ നീ വേറെ എവിടെ പോവാ? അദ്ഹബു ഇലാ ഖറിയതി. വെരി ഗുഡ്. ഖറിയത്ത് ഗ്രാമം. അദ്ഹബു ഇലാ ഖറിയതി. അപ്പൊ എവിടേക്കാണ് നമ്മൾ പോകുന്നത്? അവിടെ മാറ്റി കൊടുത്താൽ പോരെ? ഞാൻ ഒന്നുകൂടി ചോദിക്കും. അയ്ന തദ്ഹബു? അദ്ഹബു ഇലാ ഉമ്മുൽ ബൈത്തുൻ. ഇലാ ഉമ്മി അല ബൈത്തി ഉമ്മി. ഉമ്മാന്റെ വീട്ടിലേക്ക് പറഞ്ഞത് ഇലാ ഉമ്മി ബൈത്തി. ഞാൻ എന്റെ ഉമ്മാന്റെ വീട്ടിലേക്കാണ് പോണത്. അങ്ങനെ പറയലേ? അദ്ഹബു ഇലാ ഉമ്മി ബൈത്തി അല ബൈത്തി ഉമ്മി. ഇലാ ബൈത്തി ഉമ്മി. എന്റെ ഉമ്മാന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ എന്താ കേൾക്കുന്നത്? ലിമാദാ തദ്ഹബു. അന്തത്തിനാ പോണത് അല്ലെ? ലിമാദാ തദ്ഹബു. ലിമാദാ തദ്ഹബു. അങ്ങനെന്താ പറയലേ? മലയാളത്തിൽ പറഞ്ഞ എന്തിനാ പോണത്? സാധനം വാങ്ങാൻ. വീട്ടിലേക്ക് സാധനം വാങ്ങാൻ പോലെ. ആയിക്കോട്ടെ, വീട്ടിലേക്ക് സാധനം വാങ്ങാനേ. അതെന്താ പറഞ്ഞറിയോ? കുറച്ച് പ്രയാസം ഞങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സാധനം വാങ്ങാന്ന് പറയലേ അശ്തരി. എന്താ പറയലേ? ഒന്നുകൂടി പറയും. ലിമാദാ തദ്ഹബു. നമ്മൾ ഒന്നുകൂടി തുടങ്ങിയാലോ?
എല്ലാരും കേൾക്കട്ടോ, എന്നെ അടുത്ത ആളെ വിളിക്കൂട്ടോ. ഓക്കെ, അടുത്ത ആളെ വിളിക്കും, ശരിക്കും ശ്രദ്ധിച്ചോളി. ലാസ്റ്റ് ആണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. കൈഫൽ ഹാൽ? സൈൻ അൽഹംദുലില്ലാ. ഐന ഐന തദ്ഹബു. എന്താ പറയുന്നത്? ഓർത്തുവെച്ചോളി. ഐന അദ്ഹബു ഇലാ ബൈത്തിൽ ഉമ്മി. പിന്നെ ലിമാദ തദ്ഹബു. കൈ സമ്മാനം അല്ലേ? സമ്മാനം വേണ്ടേ? ഇതുപോലെ വലിയ ഉത്തരങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടിന്റെ സമ്മാനം ഉണ്ട്. 1, 2. ഇനി ആരാ ധൈര്യമുള്ളത്? ആർക്കാ ധൈര്യമുള്ളത്? ഈ പറഞ്ഞത് ഒന്നുകൂടി പറയാൻ, സംഭാഷണം നടത്താൻ. വരി 1. വേറെ പോലെ കൂടെ സംഭാഷണം നടത്താൻ ധൈര്യമുള്ള ആൾക്കാരാരാ? ആരാ? ഇവരുണ്ടാ? എന്നാ വരി രണ്ടാൾ പോരി പെണ്ണുങ്ങൾ. നിങ്ങൾ പേരെന്താ? ആരാ? പെണ്ണുങ്ങളാണല്ലോ നല്ല ഉഷാറ്. ആണുങ്ങൾ പറയിപ്പിക്കല്ലേ? വരി. നമ്മളാണുങ്ങളല്ലേ, അപ്പൊ ആണുങ്ങളെ പറയിപ്പിക്കരുത്. ഓക്കെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കൈഫ ഹാലു? സൈൻ അൽഹംദുലില്ലാ. എന്താ മലയാളത്തിൽ എന്തെയ്യോ? നീ എങ്ങോട്ടാ പോകുന്നത്? അല്ല, മലയാളത്തിൽ ഓർമ്മ ഉണ്ടല്ലോ. അറബിയിൽ എന്താ പറയണേ? ഐന തദ്ഹബു. അദ്ഹബു ഇലാ ബൈത്തി ഉമ്മി. എന്റെ ഉമ്മാന്റെ വീട്ടിൽ, എന്റെ വീട്ടിലേക്ക് പോകുന്നു. ലിമാദാ തദ്ഹബു. അതിനപ്പം എന്താ ലിമാദാ തദ്ഹബു? ലിമാദ എന്തിനാ പോകുന്നത്? എന്റെ ഉമ്മയെ കാണാൻ. ഞാൻ എന്തിനാ പോകുന്നത്? എന്റെ ഉമ്മയെ കാണാൻ. ലിക്കൈ അറാ ഉമ്മി. ഞാൻ എന്റെ ഉമ്മയെ കാണാൻ, അല്ലെങ്കിൽ എന്റെ വല്യമ്മാനെ കാണാൻ. ലിക്കൈ അറാ ഉമ്മി. ഓക്കെ, വെരി ഗുഡ്. രണ്ട് മിഠായി പണ്ട് വന്നവർക്ക്, അല്ലെങ്കിൽ ഓടി വന്നവർക്ക് 2 മിഠായി കിട്ടും. ആരുള്ളത്? വരി. ആണുങ്ങളില് ധൈര്യമുള്ള ആൾക്കാര്. ഈ രണ്ടാൾക്കാര് കഴിഞ്ഞിട്ട് ശരി. നല്ല സെറ്റ് ആയിട്ട് വരുന്നുണ്ടോ? അല്ലേ? ഓക്കെ. ഇതാര് തുടങ്ങുന്നത്? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൈഫ ഹാലുക്കും? സൈൻ അൽഹംദുലില്ലാ. എന്റെ മലയാളത്തിൽ നീ എവിടുക്കാ പോകണത്? ഞങ്ങൾ ചോദിക്കല് ഐന ഉമ്മി. എന്റെ ഉമ്മാന്റെ വീട്ടിലേക്ക്. അപ്പൊ എന്താ ഉത്തരം പറയണ്ടേ? പിന്നെ വെരി ഗുഡ്. ഉമ്മയെ കാണാൻ. ഓക്കെ, വെരി ഗുഡ്. സമാനമാണേ? അടുത്ത്. ഓക്കെ, വെരി ഗുഡ്. ഞാനല്ലേ ഒരു ടീമിൽ മാത്രമേ ഉള്ളൂ. വലിയ മാത്രം നമുക്ക് അടുത്ത വിഷയം വരാം. അതിന് ആൾക്കാരാണ്. ഒന്നുകൂടി നമുക്ക് മനസ്സിലാവണ്ടേ? അല്ലാത്ത മനസ്സിലാവണ്ടോ? മനസ്സിലാവാത്തത് കയ്യുണ്ടെങ്കിൽ മനസ്സിലാവാത്തല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. കൈഫ ഹാലുക്കും? സൈൻ അൽഹംദുലില്ലാ. നീ എങ്ങോട്ടാ പോകുന്നത്? ഐന തദ്ഹബു.
വെരി ഗുഡ്. എന്റെ ഉമ്മയുടെ വീട്ടിലേക്കാ പോകണത്. എന്താ ചോദിക്കണ്ടത്? അല്ലെങ്കിൽ വെരി ഗുഡ്. ഓക്കെ, ഇനി നമ്മൾ ആക്ടിവിറ്റി ഇസ്നാൻ വാഹിദ് അർബഅ خمسة أربعة خمسة ستة ثلاثة മിണ്ടാതിരിക്കുക അല്ലേ? സലാസ ഓക്കെ. ഇനി നമ്മൾ അടുത്താണ്. അപ്പോൾ ആദ്യം പഠിച്ചത് എന്താണ്? ഹുറൂഫുൽ അക്ഷരമാല. രണ്ടാമതെന്താ പഠിച്ചു? സ്വന്തം പരിചയപ്പെടുത്താൻ. അതാർക്കും ഓർമ്മ ഉള്ളത്? സ്വന്തം പരിചയപ്പെടുത്താൻ. ശരി, സ്വന്തം പരിചയപ്പെടുത്താൻ. വെരി ഗുഡ്. അവിടെ വന്നാൽ മതി. طالب للصف الرابع في بيتي أخ أم أخت. നാലാമതൊരു പോയിന്റ് കൂടി പറഞ്ഞു. എന്താ? ഹുവിയത്തി ഉസ്താദ്. ഉസ്താദാക്കാൻ നല്ല ഉസ്താദാക്കി കൊടുക്കട്ടെ. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോണത് ചെറിയൊരു മത്സരമാണ്. നിങ്ങൾ മുന്നില് പേപ്പറില്ലേ? നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കാണുന്ന കുറെ സാധനങ്ങളില്ലേ, ആർക്കാണ് ഏറ്റവും കൂടുതൽ അറബി പദങ്ങൾ അറിയുന്നവർക്ക് കണ്ടെത്തുകയാണ്. നല്ല സമ്മാനം ഉണ്ടാവും. ഇവിടെ കാണുന്ന ഈ ക്ലാസ്സിൽ കാണുന്ന എന്ത് സാധനം ഉണ്ടെങ്കിലും അതിലൊക്കെ അറബി മാത്രം എഴുതാൻ പാടുള്ളൂ. അറബി മാത്രം. ഉദാഹരണത്തിന് ഇപ്പൊ ബോർഡിന് അറബി പറയണമെങ്കിൽ അത് എഴുതാം. ഇതിന് ഫ്ലവറിന് അറബി ആണെങ്കിൽ അത് എഴുതാം. ഉസ്താദിന് ഉസ്താദ് എഴുതാം. ബെഞ്ച്, ഡെസ്ക്, എന്തുണ്ടെങ്കിലും ഈ കാണുന്ന സാധനങ്ങൾക്കൊക്കെ വാതിലിന് എന്തെങ്കിലും അറിയുന്നതിലേക്ക് വാതിൽ എഴുതാം. ജനലുണ്ടെങ്കിൽ ജനൽ എഴുതാം. ഒക്കെ എഴുതാം. വേഗം എഴുതും അറബി. ടൈം സ്റ്റാർട്ടഡ്. നല്ല സമ്മാനം ഉണ്ടാവും. ടൈം സ്റ്റാർട്ടഡ്. അടുത്തത് നബാത്താത്ത്. വെരി ഗുഡ്. നബാത്താത്ത്. അത് താഴെ സാറാണ്. ഹജ്ജും സെക്കൻഡ് ഫസ്റ്റ് ആർക്കാ? ഉഷാറല്ലേ? ടീച്ചറെ ഉഷാറാണ്. നല്ല കുട്ടിയെ സമ്മാനം കൊടുക്കട്ടെ. ചെറിയ പദങ്ങൾ പറഞ്ഞില്ലേ? ഇത് നിങ്ങളെ ക്ലാസ്സിന്റെ അടിയിലൊക്കെ എന്ത് ചെയ്യണം? നിങ്ങളെ ക്ലാസ്സിന്റെ അടിയിലൊക്കെ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കണം. നിങ്ങൾക്ക് കുറച്ച് ചെറിയൊരു പാട്ടുണ്ട് അവസാനിപ്പിക്കണം. സമയം കുറെ എന്തെങ്കിലും ഇനിയും പറയും. ഒരുപാട് മത്സരങ്ങൾ നേരിട്ട് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കണേ. നമ്മളെ ബോഡി പാർട്സ് അത് ആർക്കൊക്കെ അറിയാം? ചിത്രം വരച്ചുകൊണ്ട് പൂരിപ്പിക്കാനൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ സമയമില്ല. അതിന് പേജൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ. തൽക്കാലം പാർട്സ് ഓഫ് എഴുതിക്കോളി. നിങ്ങൾ എഴുതിക്കോളി. പാർട്സ് ഓഫ് ബോഡി അറിയണത് കണ്ണിനെന്താ, മൂക്കിനെന്താ, ചെവിക്കെന്താ, തല, കയ്യ്, കാല്,
كفاك ما بكفاك القاف قربته تحكي مشكشكة كلت لك الكلكا കാ കഴിഞ്ഞാൽ പിന്നെ അതിൽ ആവർത്തിക്കുന്ന ഏതാന്ന് പറയണം. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. كفاك ربك كم يكفيك واكفتا كيف كافها ككمين كان منك لكا تكر كرا ككر الكر في كبدي تحكي مشكشكة كلت لك الكلكا ككاف ما بكفاك الكاف قربته تحكي مشكشكة كلت لك الكلكا കാഫും ഫാവും റാവും ഈ 3 അക്ഷരങ്ങളാണ് ഇതിൽ കൂടുതൽ ആവർത്തിക്കുന്നത്. ഇങ്ങനത്തെ കുറെ കവിതകളുണ്ട്. خلي على خوف الخاتمة خائل خليلا خامل الوصف من الخلخال خال അപ്പൊ ഇതുപോലത്തെ കുറെ അക്ഷരങ്ങൾ കവിതകൾ ഉണ്ടാവും. അതൊക്കെ കാണാതെ പഠിക്കാൻ അടുത്തത് വെരി ഗുഡ്. അല്ലേ ആണ് കുഴപ്പമില്ല, തെറ്റിക്കോട്ടെ.